അഴകുള്ള ചക്കയ്ക്ക് ചുളയിലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതായത് രമണ എന്റെ കണ്ണ് പൊട്ടക്കണ്ണായെന്ന്. കാഴ്ചക്കുറവ്. കണ്ണ് കുറച്ച് ദിവസമായിട്ട് പണിയെന്ന് തുടങ്ങി. ഭയങ്കര മങ്ങലും കാഴ്ചക്കുറവും. എന്നാ പിന്നെ ഡോക്ടറെ കണ്ടു വിചാരിച്ചു. പുറത്തുനിന്ന് ചൂടെടുത്ത് കരിഞ്ഞു പോരിഞ്ഞാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഫുൾ AC. പൊതുവെ ഫ്രിഡ്ജ് നോക്കുമ്പോൾ മാത്രം കിട്ടുന്ന തണുപ്പ് ഇന്ന് ഫുള്ള് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു. സീതുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. AC തണുപ്പടിച്ച് സൂചിച്ചപ്പോൾ മോൻ പറയും അമ്മ നമുക്കും വീട്ടിലൊരു AC മേടിച്ചാലോ ഒന്ന്. പിന്നെന്താ പറഞ്ഞിടണ മേടിക്കാതെ കപ്പലിന്റെ ഇട്ടായാണല്ലോ. ചെക്കപ്പ് ചെയ്ത് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു കണ്ണട വയ്ക്കണമെന്ന്. അങ്ങനെ അവിടെ ഇരുന്ന ചേട്ടൻ ഒരു 10-250 ഫ്രെയിം എടുത്ത് തന്നെങ്കിലും എന്റെ മത്തക്കണ്ണിന് ഒന്നും പിടിച്ചില്ല. ചേട്ടാ ഈ നീളത്തിലുള്ള ഫ്രെയിം ഉണ്ടോ വട്ടത്തിലുള്ള ഫ്രെയിം ഉണ്ടോ എന്ന് ചോദിച്ചു അവസാനം ചേട്ടൻ നീളവും വട്ടവും വരെ മറന്നുപോയി. അവസാനം മാഡം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും, ഇവിടെ ക്ലോസ് ചെയ്യാൻ സമയമായെന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരെണ്ണം ഞാൻ എനിക്ക് ഇഷ്ടമില്ലാതായിട്ട് സെലക്ട് ചെയ്തു. ഏതെടുത്താലും ഈ മുഖത്തിനല്ലേ നമ്മ. തിരിച്ചു വരുന്ന വഴിക്ക് വെള്ളം കണ്ടപ്പോൾ എന്നാ പിന്നെ നാട്ടിൽ ഇറങ്ങിക്കളയാന്ന് വിചാരിച്ചു. കുറെ നാളായിട്ട് ഇവിടെ പാസ് ചെയ്താണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നെങ്കിൽ ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. വെറുതെ വെള്ളം കാണാൻ വേണ്ടി ഇറങ്ങിയതാണെങ്കിലും ഇറങ്ങിയപ്പോഴാണ് മാങ്ങയും ചക്കയും ഒക്കെ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള കിടക്കുന്നത് വെള്ളത്തിന്റെ നടുക്കാണെങ്കിലും വെള്ളം ആദ്യമായിട്ട് കണ്ട കണക്കാണ് എന്റെ പെരുമാറ്റം അമ്മ. അടുത്ത പരിപാടി മാങ്ങ പറിക്കലാണ്. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ പോലുള്ള കുരിപ്പുകൾ വരുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയാൻ വയ്യ. മാങ്ങ എല്ലാം അങ്ങ് ഉച്ചറാണിലാണ് കാച്ചു തന്നത്. എന്നപ്പോ കട്ടർവാളും കൂടെ എടുത്തോണ്ട് വന്നതായിരുന്നു, മുറിച്ചിട്ട് എടുക്കായിരുന്നു. മാങ്ങ നിൽക്കുന്ന പൊക്കം കണ്ടപ്പോൾ എനിക്ക് വന്ന് മിക്കവാറും ഫ്ലൈറ്റ് കയറിയിട്ട് അവിടെ നിന്ന് തോട്ടി കെട്ടി പറിക്കേണ്ടി വരുന്നു. അവസാനം 1 മണിക്കൂറത്തെ യുദ്ധത്തിനൊടുവിൽ ഒരു മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുകളിൽ നിറച്ച് മാങ്ങയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, മാങ്ങ കിട്ടിയ ആക്രാന്തത്തിൽ കല്ലിൽ വെച്ച് അടിച്ച് പൊട്ടിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പൊട്ടിച്ച് കല്ല് പൊട്ടുന്നതല്ലാതെ മാങ്ങ ഒരു വിധത്തിൽ പൊട്ടുന്നില്ല. നല്ല കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയ മാങ്ങയാണോന്ന് എനിക്ക് തോന്നിപ്പോയി. അവസാനം ആണ്ട നോക്കണോ പഴുത്ത മാങ്ങയായിരുന്നു. ചുമ്മാല ഈ പണ്ടാരം പൊട്ടിച്ചിട്ട് പൊട്ടാത്തത്. എവിടെയെങ്കിലും പോകുമ്പോൾ ഇച്ചിരി ഉപ്പും മുളകും എടുത്ത് വെക്കാൻ പാടില്ലായിരുന്നു അമ്മയോട് വെച്ചപ്പോൾ അമ്മ പറയാ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ അടുക്കളയിലെ ഷെൽഫും കൂടെ എടുത്ത് ബാഗ് വെച്ചോളാം. ഇവിടെ ഒരാൾ മാങ്ങ കഴിച്ചിട്ട് എക്സ്പ്രഷൻ വാരി വിതറുന്നുണ്ട്. മതിയുടെ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലാന്ന് നാട്ടുകാർക്ക് അറിയാം. അമ്മ കിട്ടിയ അവസരം പാഴാക്കാതെ തുണി ഇറക്കാനും തുടങ്ങി. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.